ഔപചാരികമായ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന, പാലക്കാടിൻ്റെ ശബ്ദമാവാൻ കഴിയാവുന്ന ഒരു സ്ഥാനാർത്ഥി പാലക്കാട്ടേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് പിന്നീട് പാലക്കാടിൻ്റെ ഒരു സാരഥിയായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാടിനും വികസന കാര്യങ്ങളിലും നാടിൻ്റെ പൊതുവായ കാര്യങ്ങളിലുമൊക്കെ നിരന്തരം ഇടപെടാൻ കഴിയാവുന്ന ഒരു 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 വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ അല്ലേ? അല്ല, സ്ഥാനാർത്ഥി ഉണ്ടാവും. പാലക്കാടാണ് മത്സരിക്കുക. അല്ല, അതിൻ്റെ പിന്നെ ഒഫീഷ്യൽ ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഔപചാരികമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. അത് പാർട്ടി ഫോറത്തിൽ കൃത്യമായ സമയത്ത് അത്തരം കാര്യങ്ങൾ പറയും. ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പിന്നെ സാധ്യതകളെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDFന് ലീഡാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ലീഡാണ്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ VK ശ്രീകണ്ഠന് ചരിത്ര ഭൂരിപക്ഷമാണ് പാലക്കാട് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നൽകിയിട്ടുള്ളത്. അതിനെ കാണാതെ പോകരുത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇലക്ഷനുകളിൽ പിന്നെ പാലക്കാട്ടെ ജനത നല്ല പിന്തുണ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങൾ അതിനെ വില കുറച്ച് കാണുന്നില്ല. അപ്പം അതുമാത്രമല്ല, ഇപ്പം നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു പല സ്ഥലങ്ങളിലും 10-11 സ്ഥലങ്ങളിലൊക്കെ BJPക്ക് ലീഡുണ്ട് എന്ന് പറയപ്പെടുന്ന പട്ടികയിൽ പോലും പാലക്കാട് വരുന്നില്ല. പാലക്കാട് ഇപ്പോഴും പിന്നെ എന്നേക്കാൾ 3 ഇരട്ടി ലീഡാണ് ഇപ്പോൾ ഈ ഇലക്ഷനിൽ വന്നിട്ടുള്ളത്. അതിനേക്കാൾ ലീഡോടുകൂടി പാലക്കാട് നില. മാത്രമല്ല, ഇനി അടുത്തൊരു ഗവൺമെൻറ് മാറ്റം വരും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. 2026 ഈ സർക്കാരിനെ ഇനി മാറ്റുമെന്നുള്ളത് ജനങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. അത് CPM പ്രവർത്തകർ, കാരണം അവർക്ക് അവരുടെ പാർട്ടിയെ രക്ഷിക്കണം. ഗവൺമെൻറ്റിന് പാർട്ടി വിധേയമായി പോകേണ്ടതിൻ്റെ പ്രശ്നങ്ങൾ അവരിപ്പോൾ കാണുക. അപ്പം അവരുടെ പാർട്ടിയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരും കൂടെ ഭാഗമായതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വോട്ട് ഷെയറൊക്കെ. ഇപ്പം നിങ്ങൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അപ്പോൾ അവരുടെ പാർട്ടി പ്രവർത്തകർ പോലും അത്തരം തീരുമാനം എടുക്കാൻ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് പാലക്കാട് നിന്നുണ്ടാവുന്നതാണ് പാലക്കാടിന് നല്ലത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിലുണ്ടായ റിസൾട്ട് ഇപ്പം തൃശ്ശൂരിൽ ഈ സാഹചര്യത്തിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടുത്തെ റിസൾട്ട് ചിലപ്പോൾ മറിച്ചാവുമായിരുന്നു. കാരണം രാജ്യമെമ്പാടും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടായിട്ടുള്ള നല്ലൊരു മുന്നേറ്റമുണ്ട്. അത് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് എക്സിറ്റ് പോളുകളും സർവേകളും ഒക്കെ തെറ്റായിരുന്നു എന്നുള്ളത് യഥാർത്ഥ കൗണ്ടിങ് വന്നപ്പോഴാണ് ആളുകൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റും രാജ്യത്ത് കോൺഗ്രസ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ്, ഇപ്പം നീറ്റ് പരീക്ഷ, പിന്നെ നെറ്റ്, PG നീറ്റ്, ഇതിലൊക്കെ ഇവിടുത്തെ യുവതയോട് BJP ഗവൺമെൻറ്റിൻ്റെ കൊടിയ അനീതി, ഈ നാടിനോട് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിൽ ഒന്നാണ്. രാജ്യദ്രോഹം കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടുത്തെ ഭരണ സംവിധാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥലമാണ് പാലക്കാട്. പഠിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ സ്ഥലം. അവരും അവരുടെ കുടുംബമൊക്കെ ആലോചിക്കില്ലേ? അപ്പം അത്തരം ഘടകങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ പാലക്കാട് മാറും.